ഈ മൂന്നാമത്തെ ഷഷ്ടി ആഘോഷമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഈ ഷഷ്ടിക്ക് ചമ്പാ ഷഷ്ടി എന്നാണ് പറയുന്നത്. തമിഴിൽ മാർഗശീർഷം എന്ന് പറയുന്ന മാസത്തിലുള്ള ഷഷ്ടി, അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ധനുമാസത്തിലെ ഷഷ്ടിയാണ്. ആ ധനുമാസത്തിലെ ഷഷ്ടി നമ്മൾ ഇവിടെ ആചരിക്കുകയാണ്. ഷഷ്ടി ആഘോഷം എന്ന് പറയുമ്പോൾ അത് ആചരണം എന്ന് പറയുമ്പോൾ ആചരണമാണ് ശരിക്കും പറഞ്ഞത് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ 3 കാര്യങ്ങളാണ് നടക്കുക. ഒന്ന് വേദമന്ത്ര ജപം, അതായത് ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ സ്തുതിച്ചുകൊണ്ടുള്ള വേദമന്ത്രങ്ങൾ ഇവിടെ ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങുക. അത് കഴിഞ്ഞാൽ സ്കന്ദഷഷ്ടി കവചം. സ്കന്ദഷഷ്ടി കവചം എന്ന് പറയുന്നത് അതിപുരാതനമായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു മന്ത്രമാണ്. ആ മന്ത്രത്തിന് ഏകദേശം 1500 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ആ മന്ത്രം ഒരു വിശേഷപ്പെട്ട മന്ത്രമാണ്. അത് ചൊല്ലുന്ന സ്ഥലത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല, അതുപോലെ തന്നെ അവിടെ ഒരു തരത്തിലുള്ള ദോഷങ്ങൾ അവരെ ബാധിക്കില്ല. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ എല്ലാ വീടുകളിലും ഇത് ചൊല്ലി കഴിഞ്ഞിട്ട് രാത്രി ഭക്ഷണം പോലും ആളുകൾക്ക് കൊടുക്കുള്ളൂ. അത്ര വിശേഷപ്പെട്ട ഒരു മന്ത്രമാണിത്. ഹനുമാൻ ചാലിസ പോലെ, ലളിതാ സഹസ്രനാമം പോലെ മുരുകന്റെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രങ്ങളിൽ ഒന്നാണ് സ്കന്ദഷഷ്ടി കവചം. അതുകൂടാണ്ട് മൂന്നാമതായിട്ട് നമ്മൾ തന്നെ നേരിട്ട് അഷ്ടോത്തര അർച്ചന നടത്തി പൂവിൽ വിളക്ക് പൂജ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ. അഷ്ടോത്തര അർച്ചന നമ്മൾ ചൊല്ലി സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അഷ്ടോത്തര അർച്ചന നമ്മൾ നടത്തുകയാണ്. അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഷഷ്ടിക്ക് ചമ്പാ ഷഷ്ടി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഷഷ്ടി കുമാര ഷഷ്ടി ആയിരുന്നു. ഷഷ്ടിയുടെ ഐതിഹ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബ്രഹ്മദേവനെ നോട് ഓംകാരത്തിന്റെ അർത്ഥം ചോദിച്ച് അതിന് ഉത്തരം കൃത്യമായിട്ട് കിട്ടാതെ വന്ന സമയത്ത് അദ്ദേഹം ബ്രഹ്മാവിനെ ഇങ്ങനെ തടങ്കലിലാക്കിയിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിൽ ഭഗവാൻ സർപ്പരൂപം കൊണ്ട് അപ്രത്യക്ഷനായി എന്നാണ് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമി. അപ്പൊ അങ്ങനെയുള്ള സുബ്രഹ്മണ്യ സ്വാമിയെ 108 ഷഷ്ടി വ്രതങ്ങൾ എടുത്ത് 9 വർഷം തുടർച്ചയായിട്ട് ഷഷ്ടി വ്രതം എടുത്ത് പാർവതി ദേവി തിരിച്ചു കൊണ്ടു. അതുകൊണ്ടാണ് ഷഷ്ടി വ്രതം എടുക്കുന്നവർക്ക് സന്തതികൾക്ക് ഉയർച്ചയുണ്ടാവും, സമ്പത്ത് വർദ്ധിക്കും എന്നൊക്കെ പറയുന്നത്. സന്തതികൾക്ക് വേണ്ടിയിട്ടാണ്, സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഷഷ്ടി വ്രതം എടുത്തത്. അപ്പൊ അതിന്റെ ഒരു ഗുണഫലം ഈ ഷഷ്ടി വ്രതം എടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആ ഒരു ഷഷ്ടി വ്രതത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഷഷ്ടിയാണ് ഈ ഷഷ്ടി. അത് ധനുമാസത്തിലെ ഷഷ്ടിക്ക് ആരംഭിച്ച് വൃശ്യമാസത്തിലെ ഷഷ്ടിക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. പഴയ രൂപത്തിലൂടെ പ്രത്യക്ഷപ്പെട്ടു എന്ന്. ആ ഷഷ്ടി, അതായത് ഷഷ്ടി വ്രതം തുടങ്ങുന്ന ദിവസമാണ് ഇന്നത്തെ ധനുമാസത്തിലെ ഷഷ്ടി എന്ന ഈ ഷഷ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ താരകാസുരൻ എന്ന് പറയുന്ന അതിശക്തിശാലിയായിട്ടുള്ള വരബലങ്ങൾ നേടിയ അസുരനെ സുബ്രഹ്മണ്യ സ്വാമിക്ക് മാത്രമേ കൊല്ലാൻ സാധിച്ചുള്ളൂ. വേറെ പലരും അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് നടന്നില്ല. അങ്ങനെ വരബലം നേടിയ ഈ അസുരനെ, താരകാസുരനെ കൊന്നു, ശൂരപത്മനെ കൊന്നു. ഇങ്ങനെ താരകാസുരന്റെ നിഗ്രഹം കഴിഞ്ഞ സമയത്ത് ലോകത്തിന് തന്നെ വലിയ വിപത്തായിരുന്നു ഈ താരകാസുരൻ. ആ താരകാസുരനെ കൊന്ന സമയത്ത് ബ്രഹ്മാവ് തന്നെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ വാഴ്ത്തി പാടിയെന്നാണ്. അതാണ് ചമ്പാഷഷ്ടി എന്ന്. ആ ചമ്പാഷഷ്ടിക്ക് വ്രതം എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിലെ ആചരണങ്ങളിൽ പങ്കെടുക്കുന്നവർ കീർത്തിമാന്മാരായി മാറും. അവർക്ക് സർവ്വസമ്പത്ത് ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മുടെ സങ്കല്പം. അങ്ങനെയുള്ള ചമ്പാഷഷ്ടിയാണ് നമ്മളിവിടെ ഇന്ന് ആരംഭം കുറിക്കാൻ പോകുന്നത്. ആദ്യം വിളക്ക് കൊടുത്തും ദീപപ്രജ്വലനം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മുടെ വേദമന്ത്രം ചൊല്ലും. അത് കഴിഞ്ഞ് സ്കന്ദഷഷ്ടി കവചം ചൊല്ലും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഷ്ടോത്തരാർത്ഥം നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് ചെയ്യാം. ഇന്ന്
उपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पद आनशृण्वन्नोतिभिः सीदसादनम् प्रणो देवी सरस्वती वाजेभिर्वाजिनीवती धीनामभित्रवधू हरिः ओम् ॐ शान्ति शान्ति शान्तिः ॐ माचेभिर्यजत्राः स्थिरैरङ्गैः स्तुष्टुवागुंसस्तनूभिः व्यशेम देवहितैयदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विष्णस्ताक्षो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्ददातु ॐ शान्ति 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 केवलं दत्तासि त्वमेव केवलं हर्तासि त्वमेव सर्वं खल्विदं ब्रह्मासि त्वं साक्षात् ऋतं वक्ष्मि सत्यं वक्ष्मि अव त्वं माम् अववक्तारम् अवशोतारम् अवदातारम् अवदातारम् अवानुजानमवशिष्यम् अवपश्चात्ताद् अवपुरस्ताद् त्वं सच्चिदानन्दाद्वितीयोऽसि त्वं प्रत्यक्षं ब्रह्मासि त्वं ज्ञानमयो विज्ञानमयोऽसि सर्वं जगदिदं त्वत्तो जायते सर्वं जगदिदं त्वत्तस्तिष्ठति